ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അതിരറ്റ വാത്സല്യം കൊണ്ട് ഓരോ ദിവസങ്ങളിലും നമുക്ക് ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കാനും പറയാനുള്ള ഭാഗ്യം ഭഗവാൻ തരികയാണ്. ഇന്ന് വൈകുണ്ഠ ഏകാദശിയായിട്ട് കണ്ണൻ്റെ കഥ പറയണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. ഏകാദശിയുടെ കാര്യം പറയുമ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളാണ്. ഏകാദശി എന്ന് വെച്ചാൽ എന്താ ചെയ്യണ്ടേ, ഏകാദശി നോൽക്കുകയാണോ വേണ്ടേ, ഉപവാസം എടുക്കുകയാണോ വേണ്ടേ, എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ, എപ്പോൾ തൊട്ടിട്ട് തുടങ്ങണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുടെ ഒരു നീണ്ട നിരയാണ് നമ്മളുടെ മുന്നിൽ വരിക. അത് നമുക്കെല്ലാവർക്കും അതെ അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് എല്ലാവരും അതാണ് സംശയം ചോദിക്കണത്. എൻ്റെ വിവാഹത്തിനൊക്കെ മുമ്പ് കൃത്യമായിട്ട് എല്ലാ തവണയും ഗുരുവായൂർ ഏകാദശി, തൃപ്രയാർ ഏകാദശി, സ്വർഗവാതിലെ ഏകാദശി, വെക്കത്ത അഷ്ടമി ഇതൊക്കെ ഇവിടെ ഉപവാസം പതിവില്ല, നോൽക്കുക എന്നുള്ള പതിവാണ്. അരിയാഹാരം ഉപേക്ഷിച്ചിട്ട് നോൽക്കുക എന്നുള്ള ഒരു പതിവുണ്ട്. അത് ഒരിക്കലും മുടക്കിയിട്ടില്ല. അത് എന്തിനു വേണ്ടിയാണ് ചെയ്യണേ അമ്മേ, എന്തിനാണ് ഏകാദശി നോക്കണേ, എന്തിനാണ് അഷ്ടമി നോക്കണേ എന്ന് ചോദിക്കാൻ തോന്നിയിട്ടില്ല ഇതുവരെ. ഞാൻ ചോദിച്ചിട്ടുമില്ല, അമ്മയോടോ അച്ഛനോടോ ചോദിച്ചിട്ടില്ല. അന്നൊക്കെ ഒരുപാട് സന്തോഷമാണ് ആ ദിവസങ്ങൾ വന്നെത്തുമ്പോൾ. എന്തോ ഒരു ഗുരുവായൂരപ്പൻ്റെ ദിവസമല്ലേ എന്നുള്ളൊരു സന്തോഷം, എന്താണെന്ന് അറിയാണ്ട് ആ ഒരു സന്തോഷം. അപ്പം അവരെങ്ങനെയാണോ പറയണേ അതുപോലെ കേട്ട് അത് അങ്ങനെ ചെയ്തു. വിവാഹത്തിന് ശേഷം പിന്നീട് ഉള്ള സമയത്ത് വാസ്തവം പറയുകയാണെങ്കിൽ ഇതെല്ലാം കൈവിട്ട് പോയി എന്നുള്ളതാണ്. കാരണം അത് പലപ്പോഴും അത് സാധിക്കാറില്ല. അറിയണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെ ഇതൊന്നും ഇതില്ലാത്ത കാരണം ഒരാൾക്ക് തന്നെ എന്നുള്ളത് സാധിക്കാറില്ല. അപ്പോൾ ഒരിക്കൽ ഞാൻ ഗുരുവായൂരപ്പനോട് നിങ്ങളെല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾ പോലെ ഗുരുവായൂരപ്പനോട് ചോദിച്ചു, ഭഗവാനെ ഞാൻ ഏകാദശി നോൽക്കണോ ഉപവാസം എടുക്കണമെന്ന്. ഭഗവാൻ എന്നോട് പറഞ്ഞു തന്ന ഉത്തരം ഏകാദശി നോൽക്കല്ല വേണ്ടത്, ഉപവാസം എടുക്കുക തന്നെയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു തന്ന ഉത്തരം. ഭഗവാന്റെ അടുത്ത് നാമജപമൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ചോദ്യമൊക്കെ ചോദിച്ച് എഴുന്നേറ്റ വഴി എൻ്റെ സുഹൃത്ത് എന്നെ വിളിക്കുകയാണ്. അവിടെ ഒരു ഗൃഹത്തിൽ വച്ചിട്ട് ഇന്ന് ഏകാദശിയായിട്ട് ഹരേ രാമ നാമജപമുണ്ട്, രാവിലെ 6 മണി തൊട്ടിട്ട് വൈകിട്ട് 6 മണി വരെ നമ്മൾക്ക് പോവാം എന്ന്. അതാണ് ഭഗവാന്റെ ഉത്തരം. ഉപവാസം തന്നെയാണ് വേണ്ടതെന്ന്. കാരണം
ഉപവാസം എന്ന് വെച്ചാൽ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഉള്ളതല്ല, ശരീരത്തിനെ മാത്രമല്ല, ശരീരത്തിലെ നമ്മുടെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തേണ്ടത് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ചില പ്രത്യേക സാധനങ്ങളോട് ഇഷ്ടം ഉണ്ടാവും. ആ ഇഷ്ടത്തിനൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ. അപ്പം അതിനെ ഉപേക്ഷിക്കാനായിട്ടുള്ള മനസ്സുണ്ടാവണം. അപ്പം നമുക്ക് ഈ ഒരു ദിവസം ഇതിനെ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതില്ലെങ്കിലും നമുക്ക് സാധിക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് പ്രിയപ്പെട്ട പലതിനെയും വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കുമെന്നറിഞ്ഞ് എന്ത് ആഹാരം കിട്ടിയാലും ഭഗവാന്റെ പ്രസാദമാണ് എന്നറിഞ്ഞ് പ്രസാദം പോലെ സ്വീകരിക്കുക എന്നുള്ളൊരു മനസ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ ഉപവാസങ്ങളും അനുഷ്ഠാനങ്ങളും. അത് നമ്മൾ അനുഷ്ഠിക്കാൻ വേണ്ടി, ശരീരത്തിനെ പാകപ്പെടുത്താൻ വേണ്ടി ആയുർവേദത്തിലും പറയും ഇങ്ങനെ ആഴ്ചയിൽ മാസത്തിൽ 2 ദിവസം ഭക്ഷണം കഴിക്കാണ്ട് ഉപവാസം എന്നുള്ള ശരീരത്തിന് നല്ലതാണ് എന്നുള്ളതൊക്കെ ആയുർവേദത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മളുടെ ആ ഋഷീശ്വരന്മാരിങ്ങനെയുള്ള ഒരു സമ്പ്രദായങ്ങൾ നമുക്ക് ഏർപ്പെടുത്തി തരുന്നത്. പതിയെ പടിയായിട്ട് നമ്മളെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഈ കഷായം കഴിക്കുമ്പോൾ പറയും നമ്മൾ, നിങ്ങൾക്ക് നാളെ നല്ല ഏറ്റവും ഇഷ്ടമുള്ള കൽക്കണ്ടം തരാം കേട്ടോ, നല്ല ഒരു വലിയ കൽക്കണ്ടം തരാം, പക്ഷേ ഒരു കാര്യം ചെയ്യണം, കഷായം കുടിക്കണം എന്ന് പറയില്ലേ. അതുപോലെയാണ് ഭഗവാൻ പറയും. ഇന്നത്തെ ഏകാദശിയുടെ കഥ പറയുമ്പോൾ പറയുന്നതാണെന്നറിയും, ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. വൈകുണ്ഠം എല്ലാവർക്കുമായിട്ട് തുറന്നിട്ടേക്കണേ. വൈകുണ്ഠത്തിൻ്റെ അങ്ങനെയല്ലേ, വൈകുണ്ഠത്തിൻ്റെ വാതിൽ തുറന്ന ദിവസമാണ് അത്ര. അപ്പോൾ ബാക്കി എല്ലാ ദിവസവും ഈ വാതിൽ അടച്ചിട്ടേക്കാണോ? അങ്ങനെയല്ല, എല്ലാ ദിവസവും ആ വൈകുണ്ഠം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കൊട്ടാരമുണ്ട്, ആ കൊട്ടാരത്തിൻ്റെ വാതിലല്ല, ആ ഭഗവാനിലേക്കുള്ള യാത്രയിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെ നീക്കുക എന്നുള്ളതാണ് ആ വൈകുണ്ഠം, കുണ്ഠതയില്ലാത്ത ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ വൈകുണ്ഠത്തിൻ്റെ വാതിൽ തുറന്നിട്ടേക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു മഹാത്മാവ് ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അനുഷ്ഠിച്ചിട്ട് ആ ഭഗവത് പ്രാപ്തി നേടിയ ദിവസങ്ങളെല്ലാം ഭഗവാന് വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തണ ആ മഹാത്മാക്കളിൽ അനുഷ്ഠിച്ച ആ അനുഷ്ഠാനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ആ ദിവസങ്ങളെല്ലാം പുണ്യദിനങ്ങളായിട്ട് അല്ലേ. ഇപ്പോൾ സുധാമാചാര്യ കുചേല ദിനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടാടുന്നുണ്ട്. ഇന്നാണത്ര ശരിക്കും സുധാമാവ് അവിടെ ചെന്ന് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് തിരിച്ചു വന്ന ദിവസം ഇന്നാണത്ര. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ സമ്പൽ സമൃദ്ധി ഉണ്ടായി എന്നൊക്കെ മഹാത്മാക്കളെ അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ ആ പ്രാർത്ഥന ആകെ തളർന്ന് തൻ്റെ ജീവിതത്തിലെ എല്ലാം കൈവിട്ടുപോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ ആ ഗീത ഉപദേശിച്ച ദിവസം, അതും ഇന്നാണ് അത്ര ആ ഗീത ഉപദേശിച്ച ദിവസം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ദിവസമാണ് ഈ ഏകാദശി എന്ന് പറയുന്നു. അപ്പോൾ യുദ്ധരംഗത്ത് എന്തായാലും ഭക്ഷണമൊക്കെ ധാരാളം കഴിച്ചിട്ടൊന്നുമല്ല യുദ്ധം ചെയ്യാൻ നിൽക്കുക. അതുപോലെ ഭഗവാനെ കാണാനായിട്ട് നമ്മൾ പോകുമ്പോൾ എന്താ, കുളിച്ച് സുഖമായിട്ട് നല്ലോണം ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ ആരും പോവുക പതിവില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഈ ഭക്ഷണത്തിനെയും കൂടി ഇതിൽ ചേർത്തത്. ശരിക്കും ഉപവാസം എന്ന് വിചാരിച്ചാൽ ഉപവസിക്കുക, ഭഗവാന്റെ അടുത്ത് താമസിക്കുക. എല്ലാ ദിവസവും നാവിന് രസമുള്ള പലതരം ആഹാരങ്ങളുണ്ടാക്കി നാവിനെ സന്തോഷിപ്പിച്ച് ശരീരത്തിനെ പോഷിപ്പിച്ച് കഴിയല്ലേ. ഇതിനെല്ലാം ഉള്ളിൽ ആത്മാവായിട്ടിരിക്കണ ആ ഭഗവാന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണ്ടേ, ആ ഭഗവാന്റെ കൂടെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്താ ഉപവാസം? ഭഗവാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ഗുരുവായൂരപ്പൻ വിളിച്ചു എന്ന്, എങ്ങനെ ഹരേ രാമ നാമം ജപിക്കാമെന്ന്. അന്നത്തെ ദിവസം മുഴുവനും നാമം ജപിച്ച് അവിടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ നാമം ജപിക്കുക, ഭഗവത് സ്മരണയോട് കൂടിയിട്ടിരിക്കുക, അതാണ് ഈ വക വ്രതങ്ങളിലെ ഏറ്റവും നിഷ്ഠ. നമ്മൾ ഉപവാസം അതുപോലെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പല വിധത്തിൽ അസുഖങ്ങളുള്ളവരുണ്ട്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ ഉണ്ട്, ധാരാളം പേരുണ്ടാവും. ഇവരെല്ലാം ഈ ഏകാദശി അനുഷ്ഠിക്കാനായിട്ട് ഉപവസിക്കുമ്പോൾ അവരുടെ ശരീരത്തിനെ ക്ഷീണിപ്പിക്കുമ്പോൾ ഒരിക്കലും മനസ്സ് ഭഗവാനോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കില്ല. അതേസമയം ആ ശരീരബോധം മറന്ന്
ഭഗവാന്റെ നാമം ജപിച്ചിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പോകും. ആ ശരീരത്തിൻ്റെ വ്യഥകൾ മറന്നു പോകും. കയ്യിനും കാലിനും മേലും ഒക്കെ വേദന ഉണ്ടായാലും ഭഗവാന്റെ കഥ പറയാൻ ചമ്പറം പടിഞ്ഞ്, മറ്റത് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു, കാല് നീട്ടി വച്ചിരുന്നു, കാല് ചുരുക്കി വച്ചിരുന്നു, എങ്ങനെ ഇരുന്നിട്ടും നമുക്ക് സ്വസ്ഥതയില്ല. എന്നാൽ ആ ഭഗവാന്റെ കഥ കേൾക്കാനായിട്ട് ആ കൊതിയോടുകൂടി ഇരിക്കുകയാണോ, അല്ലെങ്കിൽ ഭഗവാന്റെ കഥ പറയാനായിട്ട് കൊതിയോടുകൂടി ഇരിക്കുകയാണോ, ഇതൊന്നും നമ്മളെ അലട്ടണില്ല. ആ പറഞ്ഞ് തീരണ വരെ അലട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ എണീക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പിടിക്കേണ്ടി വരും. കാരണം അപ്പോഴേക്കും തിരിച്ച് ശരീരബോധമായി. അതുകൊണ്ടാണ് അപ്പോൾ ഈ ശരീരത്തിനെ ശ്രദ്ധ വച്ച് നമ്മൾ ഉപവാസങ്ങളും അതുപോലെ നോലമ്പുകളൊക്കെ ആചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ആഹാരത്തിനോടുള്ള അതിനെ അങ്ങോട്ട് വിട്ടേക്കും. അതിൽ അതീവ ശ്രദ്ധ വേണ്ട. രാവിലെ നേരത്തെ എഴുന്നേറ്റ് സന്തോഷത്തോടു കൂടിയിട്ട് ഏതെങ്കിലും ഒരു ഭക്തൻ ഭഗവാനിൽ ആ പരിപൂർണ സമർപ്പണം നടത്തി ഭഗവാൻ ചേർത്ത് പിടിച്ച ഓരോ ദിവസമാണ് ഓരോ വിശേഷ ദിവസങ്ങളും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണല്ലോ, പുണ്യ ദിവസമാണല്ലോ, ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ട ദിവസമാണല്ലോ എന്ന ആ ഒരു ചിന്തയോടുകൂടി രാവിലെ എഴുന്നേറ്റ് ആ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ നാമങ്ങൾ സദാ ജപിച്ച് ഭഗവാന്റെ കഥകളെ സ്മരിച്ച് ആ ഭാഗവതം മുതലായ ആ ഭഗവത്ഗീത, ഭാഗവതം മുതലായ ആ ഗ്രന്ഥങ്ങളെല്ലാം പാരായണം ചെയ്ത് ആ ഭഗവാന്റെ കഥകളിൽ മനസ്സ് നിർത്തി അങ്ങനെ കഴിയേണ്ട ദിവസങ്ങളാണ് ഇതുപോലെ ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറയണത് വൈകുണ്ഠം കിട്ടാനാണ്, മരിച്ചു ചെന്നിട്ട് കിട്ടേണ്ട സ്ഥലം, അങ്ങനെ പോകേണ്ട സ്ഥലമൊന്നുമല്ല ഈ വൈകുണ്ഠം, സ്വർഗം എന്നൊക്കെ പറയണത്. അതെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് അനുഭവിക്കാറാവണം. ആ ഭഗവാനെ എവിടെ ഇരുന്നിട്ടാണോ എല്ലാം മറന്ന്, എല്ലാ കുണ്ഠതകളും മറന്ന് ആ ഭഗവാനിൽ ആസ്വദിച്ച് ഭഗവാനെ അറിഞ്ഞ് ഭഗവാനിൽ അലിഞ്ഞിരിക്കാൻ സാധിക്കണേ, അത് തന്നെയാണ് വൈകുണ്ഠം. അപ്പം ഇന്നത്തെ ദിവസം നാമം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാന് ഒരുപാട് സന്തോഷമാവും. അപ്പോൾ നമ്മുടെ എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാം വിട്ട് ഭഗവാനെ എല്ലാം മറന്ന് നമ്മൾ ഭഗവാനിൽ അലിഞ്ഞു ചേരാനായിട്ട് നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മളുടെ മുജ്ജന്മാർജിത കർമ്മഫലങ്ങൾ ധാരാളമുണ്ട്, അത് അനുഭവിച്ച് തീരാണ്ട് വയ്യ. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് നമ്മളുടെ ചിന്തകളെയൊക്കെ, പിന്നെ അതുമാത്രമല്ല കലികാലത്ത് ആ മായയുടെ പ്രസരം കൂടുതലാണ്. ഇതെല്ലാം കൂടിയിട്ട് നമ്മളെ ഭഗവാനിൽ നിന്നിങ്ങനെ പിന്തിരിപ്പിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ദിവസങ്ങളിൽ ഭഗവാന്റെ നാമം ചെല്ലണ ആരെയും കലി ബാധിക്കില്ല. അവർക്ക് കർമ്മഫലങ്ങളൊക്കെ അതാ നശിച്ചു പോകും എന്നുള്ള അനുഗ്രഹം ഭഗവാന്റെ ഉണ്ട്. ആ ഭഗവാന്റെ ഭക്തന്മാർ ഇന്നത്തെ ദിവസത്തിൽ എന്നെ സ്മരിച്ച് എൻ്റെ നാമങ്ങൾ ജപിക്കുന്ന ഭക്തന് യാതൊരു കലികൽമഷങ്ങളും ബാധിക്കില്ല. അതുമാത്രമല്ല അവൻ്റെ കർമ്മഫലങ്ങളെല്ലാം അന്ന് അവന് അനുഭവിക്കേണ്ടി വരില്ല. അപ്പം നമുക്ക് എന്താ ഉണ്ടാവുക? ആനന്ദം ഉണ്ടാവും. ഭഗവാന്റെ കഥ കേൾക്കാൻ കൊതി ഉണ്ടാവും. ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ആ കഥയിൽ അലിഞ്ഞ് മനസ്സ് നിറഞ്ഞ് മറ്റെവിടെയും ശ്രദ്ധ പോവാതെ കണ്ട് ആ ഭഗവാനിൽ അറിയാൻ സാധിക്കും. അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് ആ വൈകുണ്ഠം നമുക്ക് പ്രാപ്തമായിത്തീരും. ആ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ അങ്ങനെയാണ് ഭഗവാൻ ആ വാതായനങ്ങൾ തുറന്നിട്ടേക്കണേ. തൻ്റെ കാരുണ്യമാകുന്ന, ഭക്തവാത്സല്യമാകുന്ന, ആ അനുഗ്രഹമാകുന്ന എല്ലാ അനുഗ്രഹം നമുക്ക് എല്ലാവരുടെയും മേലെ കോരിച്ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് ആ വൈകുണ്ഠപ്രാപ്തി തരികയാണ് ഓരോരുത്തർക്കും. അങ്ങനെ ഈ സമയത്തല്ലാണ്ട് ഇപ്പോൾ മരിച്ചു പോയാൽ നേരെ സ്വർഗത്തിലേക്ക് പോവും, അവർക്ക് മോക്ഷം കിട്ടും. ഈ സമയത്ത് മരിക്കണതൊക്കെ നല്ലതാണ്, ശരിയാണ്. ഈ സമയത്ത് മരിക്കണത് നല്ലതാണ്. എന്താ മരിക്കണ്ടേ? നമ്മുടെ മുജ്ജന്മ കർമ്മ ഫലങ്ങളെല്ലാം മരിച്ചു പോകണം. അതൊക്കെ തീർന്നു കഴിഞ്ഞ് ആ ഭഗവാന്റെ നാമം ജപിച്ചിരിക്കാറായി കഴിഞ്ഞാൽ എന്തായാലും സ്വർഗപ്രാപ്തി ഉണ്ടാവും. അത് ശരിയാണ്. അല്ലാണ്ട് ഈ ശരീരത്തിൽ നിന്ന് ആ പ്രാണൻ വെടിഞ്ഞ് പോണതല്ല. ആ പ്രാണൻ എന്തായാലും നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. അത് എപ്പോഴും വൈകുണ്ഠനാണ്. ആ വൈകുണ്ഠൻ എപ്പോഴും വൈകുണ്ഠത്തിൽ തന്നെയാണ് ഉണ്ടാവുക. ഈ ജീവൻ ആ ഭഗവാനോട് കൂടി ചേർന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ആ ഭഗവാനിൽ തന്നെ രമിക്കണം. മറ്റുള്ളതിൽ രമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അല്ലാണ്ട് ശരീരം വെടിഞ്ഞു പോകുമ്പോൾ സ്വർഗത്തിലെത്താം എന്നല്ല. പക്ഷേ അതൊക്കെ ചെറിയ കാലത്ത് നമുക്കതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. നമ്മളെന്താ അല്ലേ, സ്വർഗം തുറന്നിട്ടു, ഒരു പക്ഷി പാടുമല്ലോ, സ്വർഗം തുറന്നിട്ടു,
എന്ന് പറഞ്ഞിട്ടൊരു പക്ഷി പാടും. അതാണത്രേ ആ പക്ഷിയുടെ ഒച്ച ഈ കാലത്ത് മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ വിഷുക്കാലത്തും കേൾക്കണമെന്ന് പറയുന്നുണ്ട്. സ്വർഗം തുറന്നിട്ടു എന്നൊരു പക്ഷിയുടെ ഒച്ച ആ വിഷുവിൻ്റെ സമയത്ത് കേൾക്കൂത്രേ. അപ്പോഴും ഭഗവാൻ സന്തോഷത്തോടു കൂടി സ്വർഗം തുറന്നിടുന്ന സമയമാണെന്നാണ് പറയുന്നത്. നോക്കൂ, നമ്മൾ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകില്ലേ? ഗോപികമാരുടെ കഥ പറഞ്ഞിട്ടില്ലേ ഇതിനു മുമ്പ്? എന്താ ഉണ്ടാവുക? അവർക്ക് കൃഷ്ണനെ കാണണം എന്ന് തോന്നുമ്പോൾ ഏതെങ്കിലും പ്രകാരത്തിൽ വിറക് കൊണ്ടുവരാനോ പൂക്കൾ പറിക്കാനാണ് അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞ് ഇവർ കാട്ടിക്കൂടെ പോയി ഈ ഭഗവാനെ എങ്ങനെയെങ്കിലും ഭഗവാന്റെ അടുത്ത് എത്തണം. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് രാവിലെ ആയി കഴിയുമ്പോഴേക്കും അത് യശോദാമ്മയുടെ ഗൃഹത്തിലേക്ക് എത്താൻ എല്ലാ ഗോപികമാർക്കും തിരക്കായി. എന്തിനു വേണ്ടിയിട്ടാണ്? ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ യശോദാമ്മ എന്നോടൊരു കാര്യം പറയണ്ടായി, അത് ചെയ്തു കൊടുക്കാനാണ് ഞാൻ പോണേന്ന് ഒരാൾ പറയും. അല്ല, ഇന്ന് ഞാനാണ് കേട്ടോ, നീ കുളിപ്പിച്ചാലേ ശരിയാവുള്ളൂ കൃഷ്ണനെ എന്ന് പറഞ്ഞു. അത് കാരണം ഇന്ന് ഞാൻ കുളിപ്പിക്കണം, എനിക്ക് പോവാണ്ടേ തരല്ലേ, വേഗം പോകണം എന്നൊക്കെ നമ്മളുടെ ഓരോരോ ഗൃഹങ്ങളിലും പറഞ്ഞ് ഓരോ ഗോപികമാർ അതുപോലെ അവിടെ ചെന്ന് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എങ്ങനെയെങ്കിലും അതുപോലെയാണ് ഭഗവാന് ഏതെങ്കിലും പ്രകാരത്തിൽ എല്ലാവരും തന്നോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഭഗവാനും ഓരോരോ വിശേഷങ്ങൾ ഉണ്ടാക്കുക. ഓണായിട്ടും ഏകാദശിയായിട്ടും അതുപോലെ തിരുവാതിരയായിട്ടും. ഇപ്പോൾ അതേ തിരുവാതിര വരികയാണ് അല്ലേ? ആ ഗോപികമാർ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്താണത്രേ ആ ഗോപികാവ്രതം ഉണ്ടായത്. അതിൻ്റെ ആ വ്രതത്തിൻ്റെ അവസാന നാളിലാണ് ആ ഭഗവാൻ അതായത് ശ്രീപരമേശ്വരൻ്റെ നാളാണത്ര തിരുവാതിര. ശ്രീപരമേശ്വരൻ്റെ നാളാണ്. ആ തിരുവാതിര നാളിലാണ് ഭഗവാൻ അനുഗ്രഹം നൽകിയത്. തൻ്റെ ഭക്തൻ്റെ നാളിൽ വൈഷ്ണവാനം യഥാ ശംഭു എന്നാണ്. അന്നാണ് അതുവരെ ഗോപികമാർ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അത് കാത്യായനി ദേവിയോടാ പ്രാർത്ഥിച്ചാലും ഭഗവാൻ പറഞ്ഞു, ഇല്ല കേട്ടോ, ഞാൻ കൊടുത്തോളാം, എനിക്ക് എന്നെ കൊടുക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഭഗവാൻ നേരിട്ട് വന്നത് അവരെ ആ ഗോപികമാരെ അനുഗ്രഹിച്ചു. നിങ്ങളെ ഞാൻ എന്നോടുകൂടി വൈകാതെ കണ്ട് ചേർക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അവരുടെ ആ ശരീരബോധത്തെ കളഞ്ഞു. ഇപ്പോഴും നമ്മൾ ശരീരബോധം ഉപേക്ഷിക്കണം എന്നാ പറഞ്ഞാലേ അവരോടും പറഞ്ഞത് അങ്ങനെയാണ്. ആ ശരീരബോധം ഉപേക്ഷിക്കൂ. നമ്മൾ ആ വസ്ത്രങ്ങൾ അണിയണ്ടാന്നോ, നല്ല ആഭരണങ്ങൾ ഇടണ്ടാന്നോ, അണിഞ്ഞൊരുങ്ങണ്ടാന്നോ ഒന്നുമല്ല പറഞ്ഞത്. അതൊക്കെ ചെയ്യാം, പക്ഷേ അത് ആ ശരീരബോധത്തോടു കൂടിയിട്ടാവരുത്. ആ ഭഗവാനെ ഒരുക്കണത് ഭഗവാന് വേണ്ടിയിട്ടുള്ളൊരു അതാണ്. ഭഗവാൻ തന്നതാണ് ഈ ശരീരം. ആ ശരീരത്തെ വൃത്തിയും സുന്ദരവുമാക്കി വയ്ക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന് വേണ്ടിയിട്ടാണ്. ഭഗവാന് സന്തോഷമാവണം. നമുക്കൊരാൾ ഒരു സാധനം ഏൽപ്പിച്ച് തന്നാൽ അതിനെ ശ്രദ്ധയില്ലാണ്ട് എവിടെയെങ്കിലും ഇട്ട് പിന്നെ വരുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതാകെ വൃത്തികേടായി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊരു വിഷമം ഉണ്ടാവുക. അതേസമയം നമ്മളതെന്നും പൊടിയൊക്കെ തുടച്ച് വൃത്തിയിൽ സൂക്ഷിച്ചിട്ട് ആ തന്നേക്കാളും സുന്ദരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അത് ഞങ്ങൾ ഈ പൂനെയിലായിരിക്കുമ്പോൾ അതെനിക്ക് അനുഭവമുള്ളൊരു കാര്യം കേട്ടോ. അവിടെ ബാച്ചിലറായിട്ട് താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്ക് ഗ്യാസ് തീരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ആ മണ്ണെണ്ണയുടെ സ്റ്റൗവും ഇങ്ങോട്ട് മേടിച്ചു കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യും? അതാകെ വൃത്തികേടായിരിക്കും. ആണുങ്ങൾ തന്നെ പെരുമാറുന്നതല്ലേ. എനിക്കത് കാണുമ്പോൾ അത് വിഷമം തോന്നും. അപ്പോൾ അത് നല്ലോണം വൃത്തിയാക്കി പുതിയതുപോലെയാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ചിലപ്പോൾ വരുമ്പോൾ പറയും, എന്തൊരു ഭംഗിയാണ്, എന്തൊരു സൂക്ഷിച്ച് വെച്ചേക്കണേ. അവർക്ക് എന്തൊരു സന്തോഷമാണ്. ഈ നിസ്സാര കാര്യങ്ങളെ പറ്റിയിട്ട് അതിൻ്റെ ഉടമസ്ഥന് ഇത്ര സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഭഗവാൻ തന്ന ഈ ശരീരത്തെ നമ്മൾ മനോഹരമായിട്ട് അണിയിച്ചൊരുക്കി ആ ഭഗവാന് വേണ്ടിയിട്ടാവുമ്പോൾ, അപ്പം നമുക്ക് വേണ്ടിയിട്ടല്ല, ഭഗവാന് വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാൻ എത്ര സന്തോഷം ഉണ്ടാവും. ആ എന്തിനു വേണം? ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊന്നും അണിഞ്ഞൊരുങ്ങണ്ട. ഒരിക്കൽ അശേഷാനന്ദജി പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് ചായം തേക്കേണ്ടടോ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ആ കണ്ണാടിയിൽ ചെന്നിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ട് കുത്തിയാൽ നിങ്ങൾക്ക് ഭംഗി ഉണ്ടാവില്ല. നിങ്ങളുടെ കണ്ണിൽ കണ്ണെഴുതണം, നിങ്ങളുടെ നെറ്റിയുമ്പോൾ പൊട്ട് തൊടണം, എന്നാലേ അത് പ്രതിഫലിച്ച് കാണുള്ളൂ. അപ്പോഴേ സൗന്ദര്യം ഉണ്ടാവുള്ളൂ. അതുപോലെ ആ ഗുരുവായൂരപ്പന് ചന്ദനം ചാർത്തു. നിങ്ങൾ മുഖത്ത് ചെന്നിട്ട് ചായം തേച്ചിരിക്കണ്ട, അതിന് പകരം ഗുരുവായൂരപ്പന് ചന്ദനം ചാർത്തു. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് തേജസ് തന്നെ വരും. ആ ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറയൂ, അപ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യം തന്നെ വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ശരീരത്തെ പവിത്രമാക്കി തീർക്കേണ്ടത്. അല്ലാണ്ട് ബാഹ്യമായിട്ട് കാണുന്ന
ഈ സൗന്ദര്യമില്ല, അതും ആയിക്കോട്ടെ, അല്ലാന്നല്ല. അപ്പം ഇത് ഉള്ളിലും പുറത്തുമൊക്കെ കാണുമ്പോൾ നല്ല പാത്രം സ്വർണം പോലെ തിളങ്ങണു, തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തുറക്കാൻ വയ്യ, അത്രയ്ക്ക് ദുർഗന്ധവും വൃത്തികേടും ആണെങ്കിൽ എന്താ കാര്യം? ഉള്ളിലും വൃത്തിയാവണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കലും ഭഗവാന്റെ കഥകൾ കേൾക്കലും സത്സംഗത്തിലിരിക്കലും ഭക്തന്മാരോട് കൂടി ഇരിക്കലും എല്ലാം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ഭക്തൻ നമ്മളുടെ ഗൃഹത്തിൽ വന്നു കഴിഞ്ഞിട്ട് രണ്ടക്ഷരം അവിടെ ഭഗവാനെ പറ്റി പറഞ്ഞു വെച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ് നമുക്ക്. ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് ഉപവസിക്കേണ്ടത്. അതാണ് ഉപവാസം. ഏകാദശി ഉപവാസമായാലും എന്തുപവാസമായാലും അത് തന്നെയാണ് വേണ്ടത്. ഭഗവാനും അത് തന്നെയാണ് സന്തോഷം. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർക്ക് അത് സാധിക്കാത്തത് കൊണ്ട്, ഈ ശരീരബോധം കൂടുതലുള്ളത് കൊണ്ടാണ് ഈ ശരീരത്തെ മുൻനിർത്തിയിട്ട് കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശബരിമലയ്ക്ക് പോകണം. ഇപ്പോൾ ശബരിമലക്കാലല്ലേ, ശബരിമലയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ് 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് വേണം പോവാൻ. ആ വ്രതത്തിലെന്താ? ആദ്യം തന്നെ പറയും കണ്ണാടി നോക്കരുത്, പിന്നെ അലങ്കാരങ്ങളൊന്നും ചെയ്യരുത്, ചെരുപ്പിട്ട് നടക്കരുത്, കറുത്ത വസ്ത്രം എടുക്കാവൂ, ആഹാരം മിതമായിട്ടുള്ള ആഹാരമാണ്, ഒരു നേരെ ആഹാരം കഴിക്കാവൂ, മറ്റുള്ളവർക്ക് കൊടുത്ത് കഴിക്കണം. അങ്ങനെ ധാരാളം ചിട്ടവട്ടങ്ങളുണ്ട്. രാവിലെ നേരത്തെ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കണം. എത്ര അനാചാരത്തിലെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പറയട്ടെ, മദ്യപിച്ച് വീട്ടിൽ വന്ന് ഭാര്യമാരെ വഴക്കിട്ട് അടി കൂടണ അവരാണെങ്കിലും ഈ അയ്യപ്പസ്വാമിയോടുള്ള ആ ഒരു ഇഷ്ടം അവരുടെ ഉള്ളിൽ എവിടെയോ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ 41 ദിവസം തികച്ച് വ്രതം എടുത്തിട്ട് മലയ്ക്ക് പോണത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തിരിച്ച് വരണം അന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് കരുതിയിട്ടാവും പോകണേ, അതവിടെ നിൽക്കട്ടെ, അത് വേറെ. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശരണം വിളിച്ച് ഇതെല്ലാം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇത് അനുഷ്ഠിക്കാൻ സാധിക്കാത്തതല്ല, നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതല്ല. ഈ 41 ദിവസം ചെയ്യാം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ ആവണോണ്ട് ഒരു തെറ്റും വരില്ല, തരക്കേടില്ല എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വക അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ. ഉറക്ക ശരണം വിളിക്കണം എന്ന് പറയും. എല്ലാവർക്കും ഉറക്ക നാമം ചെല്ലാൻ വലിയ മടിയാണ് അല്ലേ? ഉറക്ക ശരണം വിളിക്കണത് എന്തിനാ? ഞാൻ എന്നുള്ള ബോധം തീർന്നിട്ട് എല്ലാം ഭഗവാനിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്വയം മറക്കാൻ വേണ്ടിയിട്ടാണ് ഉറക്ക ശരണം വിളിക്കണേ. അതിനു വേണ്ടിയിട്ടാണ് ഉറക്ക നാമം ജപിക്കണേ. അഹംബോധം ആരുടെയൊക്കെ ഉള്ളിലുണ്ടോ അവർക്ക് ഒരിക്കലും ഉറക്ക നാമം ജപിക്കാൻ സാധിക്കില്ല. ആര് എത്ര പറഞ്ഞാലും എന്തു പറഞ്ഞാലും അവർക്ക് ഉറക്കെ നാമം ജപിക്കാൻ സാധിക്കില്ല. അതാണ് അഹംബോധം ഉള്ളിലുണ്ടെങ്കിൽ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നാമം ജപിക്കാം എന്ന് സപ്താഹവേദികളിൽ ഇരുന്നിട്ട് എത്ര തവണ ആചാര്യന്മാർ പറയണം ഉറക്ക നാമം ജപിക്കൂ, ഉറക്ക നാമം ജപിക്കൂ എന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ നോക്കും മറ്റുള്ളവരൊക്കെ ജപിക്കുന്നുണ്ടോയെന്ന്. എന്നിട്ട് നമ്മൾ ചുണ്ടിങ്ങനെ അനക്കും. ആരെ പറ്റിക്കാൻ? ആചാര്യനെയും ഭഗവാനെയൊക്കെ പറ്റിക്കാൻ. അപ്പോഴും നമ്മൾ ഉറക്ക നാമം ജപിക്കില്ല. ഈ കൂട്ടത്തിൽ നമ്മളൊരാൾ നാമം ജപിച്ചില്ല വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോലും ആരും അറിയാൻ പോണില്ല എന്നാണ്. അതേസമയം ഈ കൂട്ടത്തിൽ എല്ലാവരും ഉറക്ക നാമം ജപിക്കുന്നുണ്ട്. അപ്പം ഞാനും ഉറക്ക നാമം ജപിച്ചാൽ ആരും അറിയാൻ പോണില്ല എന്ന് നമുക്ക് തോന്നില്ല. അതാണ് കഷ്ടം എന്ന് പറയണത്. അപ്പോൾ ഉറക്ക നാമം ജപിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഓരോന്നും നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഭഗവാനോട് ചേർന്നിരിക്കൂ, ഭഗവാനോട് ചേർന്നിരിക്കൂ എന്ന്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും നമുക്ക് നേരമില്ല, പല ബുദ്ധിമുട്ടുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം നേരൊക്കെ ധാരാളം ഉണ്ടാക്കി തന്നു മഹാമാരി കൊണ്ടെന്ന് വച്ചിട്ട്, എന്നിട്ടും നമുക്ക് പല ബുദ്ധിമുട്ടുകളാണ്, ഇപ്പോഴും നമുക്ക് നേരമില്ല. അങ്ങനെ പറയുമ്പോൾ ഭാഗവതത്തിൽ പറയുന്ന കഥയുണ്ട്. അംബരീഷ മഹാരാജാവിൻ്റെ കഥ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം മഹാജ്ഞാനിയായിരുന്നു. സൂര്യവംശജനായ രാജാവായിരുന്നു. ആ രാജാവായിരുന്നിട്ട് അളവറ്റ ഭൂമിയും ധനവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം അംബരീഷൻ. അദ്ദേഹത്തിന് ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രം എല്ലാം ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം തന്നെയാണ് ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രമൊക്കെ അടിച്ച് വൃത്തിയാക്കി പൂജാപുഷ്പങ്ങളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് വച്ച് അവിടെ ഭഗവാന് വേണ്ട കൈങ്കര്യമൊക്കെ ചെയ്തിരുന്നത് അദ്ദേഹം ഒറ്റയ്ക്കാണ്. ഇത്രയും എത്ര ആളോട് പറഞ്ഞാൽ അവർ ചെയ്യാൻ വരിയായിട്ട് നിൽക്കും, രാജാവ് പറഞ്ഞനുസരിക്കാൻ എല്ലാ പ്രജകളും. എന്നാൽ പോലും ഒരാളെയും ഇല്ലാണ്ട് സ്വയം ചെയ്ത് അതുപോലെ
ആ സ്വന്തം ഗൃഹകാര്യങ്ങളിൽ ഒന്നിലും അദ്ദേഹം ഒരു വീഴ്ച വരുത്തിയില്ല, രാജകാര്യങ്ങളിൽ ഒന്നിലും ഒരു വീഴ്ച വരുത്തിയില്ല. ഇതിനിടയ്ക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുകയാണോ ആ കിട്ടണ സമയത്ത് മുഴുവനും അദ്ദേഹം ഭാഗവതം വായിക്കാനും സത്സംഗത്തിലിരിക്കാനും ഭഗവാന്റെ കഥ കേൾക്കാനും മാത്രമാണ് അതീവ താല്പര്യം കാണിച്ചത്. നമുക്ക് അതല്ലാതെ കണ്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾക്കുണ്ട് താല്പര്യം. നമുക്ക് ആകെ കൂടി ഉപേക്ഷിക്കാനുള്ളത് എന്താ? ഭാഗവതവും ഭഗവാനും മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളവരെയൊക്കെ ഉപേക്ഷിച്ചാൽ നമ്മൾ വിവരം അറിയും. ഭഗവാനെ ഉപേക്ഷിച്ചാലും വേണ്ടില്ല, നമ്മൾ സ്വീകരിച്ചാലും വേണ്ടില്ല. ഭഗവാൻ സന്തോഷത്തോടു കൂടി എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്ന് ആരോ ബോധിപ്പിക്കുന്നുണ്ട്. ആ ബോധം നമുക്കില്ലെങ്കിലും ഉപബോധ മനസ്സിലെവിടെയുണ്ട്. അതുകൊണ്ടാണ് അതല്ല നമുക്ക് അപകടം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഉള്ളിൽ തെളിഞ്ഞു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തെറ്റായ വഴിക്ക് പോവില്ല. എത്ര അപകടം വന്നാലും കുട്ടികളെ കണ്ടിട്ടില്ലേ, അവരങ്ങോട്ട് ഓടും. എത്ര ഓടിയാലും പിന്നാലെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്കൊരു ഭയമില്ല. കാരണം എനിക്ക് എന്ത് വന്നാലും രക്ഷിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ അതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആ ഭഗവാൻ തന്നെ അത് ബോധിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ ഉപേക്ഷിക്കാൻ നമുക്ക്. പക്ഷേ തിരിച്ചുമുണ്ട് കേട്ടോ. അറിഞ്ഞിട്ട് അറിയുമ്പോൾ നമുക്ക് ഭഗവാനെ നമ്മളെ എങ്ങനെയാണോ ആ ഗുരുവായൂരപ്പൻ ചേർത്ത് പിടിച്ചേക്കണത്, അതുപോലെ ആ ഗുരുവായൂരപ്പനോട് ചേർന്ന് ആ മാറിൽ ചേർന്ന് ആ ഭഗവാനിൽ അലിഞ്ഞ് നിൽക്കാൻ നമുക്കും കൊതിയുണ്ടാവില്ലേ? ആ ഭഗവാനോട് ചേർന്നിരിക്കാൻ നമുക്കും കൊതിയുണ്ടാവും. അപ്പോഴാണ് ആ ഒരു ജീവന് ആ ജീവൻ്റെ ജന്മത്തിന് സാഫല്യമായിട്ട് വരണത്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ കഥകൾ കേൾക്കുമ്പോഴും ആ കഥകളിലെ ആരാണോ ആ കഥാപാത്രങ്ങൾ അവനവനായിട്ട് മാറണം. ഭഗവാനായിട്ടും ഭഗവാനോട് കഥ പറയണവരായിട്ടും ഭഗവാന്റെ കഥ കേൾക്കണവരായിട്ടൊക്കെ സ്വയം മാറുമ്പോൾ നമുക്ക് അത് ആസ്വാദ്യമായിട്ട് തീരും. ഗോപികമാർ കണ്ടില്ലേ, ആ വനത്തിൽ വെച്ചിട്ട് ഭഗവാൻ ഉപേക്ഷിച്ച് പോയി എന്ന് കണ്ടപ്പോൾ അവരിങ്ങനെ അന്വേഷിച്ച് കേൾക്കുക, കൃഷ്ണ എവിടെയാ എന്ന് ചോദിച്ചിട്ട് എല്ലാ വൃക്ഷങ്ങളോടും ചോദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ചോദിച്ചിങ്ങനെ നടക്കുമ്പോൾ ഒരു ഗോപിക പറയും, ദാ നിൽക്കണു എൻ്റെ കൃഷ്ണൻ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അങ്ങനെ ചെന്ന് അവിടെ കണ്ട ഒരു വൃക്ഷത്തിനെ, കറുത്ത ആ നിറത്തിലുള്ള ഒരു വൃക്ഷത്തിനെ കെട്ടിപ്പിടിച്ചു. ഇത് എൻ്റെ ശ്യാമസുന്ദര എന്ന് പറഞ്ഞ്. അപ്പോൾ തോന്നുകയാണ്, ഇത് ശ്യാമസുന്ദരനല്ലല്ലോ. അപ്പം ഞാൻ കണ്ടു കൃഷ്ണനെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എവിടെ കൃഷ്ണൻ എന്ന് അന്വേഷിക്കണു. അങ്ങനെ അന്വേഷിച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് ഒരാൾ പറയണു, ഞാൻ തന്നെയാണ്. അപ്പോൾ മറ്റൊരാൾ ഞാൻ കൃഷ്ണനെ നേരിടാൻ വന്നതാ അസുരനായിട്ട് വരുന്നു ഗോപന്മാരുടെ ഇടയിൽ. അപ്പോൾ ആ പ്രലംബനായിട്ട് ഒരാൾ വരുന്നു, ഒരാൾ പൂതനയായിട്ട് വരുന്നു. അപ്പോഴേക്കും ആ ഗോവർദ്ധന പർവ്വതത്തിന് ചെയ്ത പൂജയുടെ കാര്യങ്ങൾ പറയണു. മഴ പെയ്യണു, ഇന്ദ്രൻ മഴ പെയ്യിക്കണു. അപ്പോൾ എല്ലാവരും ഞാൻ കൃഷ്ണനാണ് കൊണ്ട് ഒരാൾ ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിക്കണു. അങ്ങനെയുള്ള എല്ലാ ലീലകളും അവർ സ്വയം കൃഷ്ണനായും ഗോപികമാരായും പരസ്പരം മാറി അവിടെ ലീലകൾ ആടിക്കൊണ്ടിരുന്നു. അവരുടെ ഹൃദയത്തിൽ ആ ശരീരബോധമെല്ലാം നഷ്ടപ്പെട്ട് അവർ ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു. അങ്ങനെ അലിഞ്ഞു ചേർന്ന സമയത്ത് ഭഗവാന് മറഞ്ഞിരിക്കാൻ സാധിക്കാതെ കണ്ട് ആ ഭഗവാൻ സാക്ഷാൽ മന്മഥ എന്ന് പറഞ്ഞതാ അദ്ദേഹം മന്മഥനെ പോലും മോഹിപ്പിക്കണ മന്മഥ രൂപത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ ഓരോ ജീവൻ്റെയും അടുത്തേക്ക് ഓടി വരാനായിട്ട് ഭഗവാൻ നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലുള്ള കൊച്ചു ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. കാരണം ഈ ശരീരത്തിനെ പാകപ്പെടുത്തിയെടുത്താൽ മാത്രമേ ആ ഭഗവാനെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അനുഭവം ഉണ്ടായാലും നമുക്കത് തിരിയാതെ മനസ്സിലാവാതെ കണ്ടു പോകും. അപ്പം അതുകൊണ്ടാണ് ആ ഗോപികമാരുത ആ ഭഗവാനിൽ അലിഞ്ഞിട്ട്, അങ്ങനെയാണ് കഥകൾ കേട്ടാൽ തന്നെ അത് പറ്റുള്ളൂ. അതുകൊണ്ട് അത് അറിയാവുന്നത് കൊണ്ടാണ് രാജാവ് ആ ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് ആ ഭഗവാന് സന്തോഷമാവണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഏകാദശി നോക്കുമ്പോഴേക്കും നമുക്ക് നല്ല സന്തോഷം. അന്നാണ് പ്രത്യേകം ഉണ്ടാവുക. ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കും, ഗോതമ്പ് കൊണ്ട് പായസം ഉണ്ടാക്കും, ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. മിഷ്ടാന്ന ഭോജനമാണ്. പിന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങേ വേണ്ടു, സുഖമായി. ഏകാദശിയുടെ ഒന്നും ഉറങ്ങാൻ പാടില്ല കേട്ടോ.
കാരണം എന്താണെന്ന് വെച്ചാൽ ഏകാദശിയുടെ അന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏകാദശിയുടെ മാഹാത്മ്യം. അപ്പോൾ ആ ഏകാദശി ദേവി വന്നിട്ട് ഏകാദശിയുടെ തലേന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, ഈ വ്രതം നോക്കണവരോടാണ് പറയണത്, ഏകാദശിയുടെ തലേന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് മുഴുവൻ കഴിക്കാതെ കണ്ട് ഇരിക്കുന്ന ആൾ പിറ്റേ ദിവസം രാവിലെ ആ ദ്വാദശി പാരണ വീടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ്വാദശി കഴിയണവർ, അന്ന് സന്ധ്യ കഴിയണവർ ഉറങ്ങാൻ പാടില്ല. തലേന്ന് രാത്രി ഏകാദശിക്ക് ആഹാരം കഴിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസവും അന്നത്തെ രാത്രിയും പിറ്റേന്ന് പകലും ഉറങ്ങാൻ പാടില്ല. അപ്പോൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഈ ഏകാദശി നോറ്റ ഫലമൊക്കെ പോവും, പിന്നെ ചെയ്തതൊക്കെ വെറുതെയാവും. അത് പ്രത്യേകമുണ്ട്. ഏകാദശി പല വിധത്തിൽ എല്ലാ ചിട്ടകളോടും കൂടി ഉപവാസം അനുഷ്ഠിക്കണവരുണ്ട്. ആ ഉപവാസം അനുഷ്ഠിക്കണവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനു വേണ്ടിയിട്ടാണോ ഉപവാസം അനുഷ്ഠിക്കേണ്ടത് അത് ഉണ്ടാവില്ല. അത് മുഴുവനും എല്ലാ ഏകാദശിയുടെ ഫലം മുഴുവനും ആ ഏകാദശി ദേവി നമ്മുടെ കാലൊഴിഞ്ഞ് തലോടി അത് കൊണ്ടുപോകും. ഏകാദശി ദേവി വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതേസമയം ഇതിലൊന്നും മനസ്സ് വയ്ക്കാതെ കണ്ട് ഇന്നിതാ ഭഗവാന് സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ ഭഗവാന്റെ കഥ പറയാൻ കൊതിയാവുക, ഭഗവാന്റെ കഥ കേൾക്കാൻ കൊതിയാവുക, ഭഗവാനെ പാട്ട് പാടാൻ കൊതിയാവുക. ആ കൊതിയോട് കൂടിയിട്ട് ഭഗവാനോട് ചേർന്നിരുന്നാൽ നമുക്ക് ഉണരേ ഇതൊന്നും നമുക്ക് ബാധിക്കണില്ല. ഉറക്കത്തിലും നമുക്ക് ജപിക്കാം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ ഉറക്കത്തിലും ഭഗവാനെ ജപിക്കാം, ഉണർന്നിരിക്കുമ്പോഴും ഭഗവാനെ ജപിക്കാം, ജോലികൾ ചെയ്യുമ്പോഴും ഭഗവാനെ നാമം ജപിക്കാം. അങ്ങനെ ആ ഭഗവാനിൽ ലയിച്ച് നമ്മൾക്ക് ഇരിക്കാം. അങ്ങനെയാവാം നമ്മുടെ ഓരോരോ വിശേഷ ദിവസങ്ങളും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പം അങ്ങനെ അംബരീഷ രാജാവും അങ്ങനെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ ശരിക്കും മനസ്സിനെ എങ്ങനെ വേണോ, ദുർവാസാവ് മഹർഷിയുടെ കഥ പറഞ്ഞ പോലെ കറുകനീര് മാത്രം കഴിച്ച് ജീവിക്കുന്ന ആളാണ് ദുർവാസാവ് മഹർഷി. അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നത് എന്ന് പറയണം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ കൊടുത്ത് അതും കഴിക്കും അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതും ആ കറുകനീരിന് സമാണ്. അതുപോലെ തന്നെയാണ് രാജാവിനും അതെ. അപ്പം നമുക്കിഷ്ടമുള്ള ഏകാദശിയും ഉപവാസമൊക്കെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമുക്ക് ഭഗവാനോടൊരു ഇഷ്ടം ഉണ്ടാകുമ്പോൾ ആ ഭക്ഷണത്തെ ആ ചിട്ടകളിൽ നിന്ന് ഈ ഇഷ്ടം ഉണ്ടാവുക, ഈ ഉപവാസത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും നോക്കി അതിലൂടെയും കൂടിയും നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ അത് കൂടുതൽ നമുക്ക് ആസ്വാദികരായിട്ട് തീരും. ഭഗവാനെ നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ അംബരീഷ മഹാരാജാവിന് പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു. അംബരീഷ മഹാരാജാവിൻ്റെ ഭക്തി കണ്ടപ്പോൾ ഭഗവാന് പൂർണ്ണമായിട്ടും ബോധ്യമായി ഈ ഭക്തി ആരൊക്കെയാണോ അധികമായിട്ടുണ്ടാവണത് അവരുടെ ഭക്തിയെ പരീക്ഷിക്കാൻ എന്തായാലും ഇയാൾക്ക് ഇത്രയ്ക്ക് ഭക്തി ഉണ്ടോ എന്നതൊന്നും അറിയണമല്ലോ എന്നുള്ള ഭാവം ദേവന്മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പരീക്ഷണം നടക്കും എന്നുള്ളത് ഭഗവാന് മുൻകൂട്ടി അറിയാം. തൻ്റെ ഭക്തനൊരിക്കലും ചുതി ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ആ സുദർശന ചക്രത്തേതാ ഭഗവാൻ അദ്ദേഹത്തിന് നൽകി. ഈ സുദർശന ചക്രം ഈ അംബരീഷനിൽ അലിഞ്ഞു ചേർന്നു എന്നാണ് പറയണേ. ആ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ആ അംബരീഷ മഹാരാജാവ് ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. ആ ഒരു കൊല്ലം ആണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കണേ. അപ്പോൾ എല്ലാ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ട് അവസാനത്തെ അത് കഴിഞ്ഞ് പാരണ വീടി, ആ നേരത്തിന് പാരണ വീടി കഴിഞ്ഞില്ല വെച്ചാൽ പിന്നെ ഒരു കൊല്ലം കൂടിയും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. എന്നിട്ടേ പാരണ വീടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു കൊല്ലത്തെ വ്രതം തീരേണ്ട ദിവസം അന്ന് ഇന്ദ്രന് പേടിയാവുക ചെയ്യണേ. എൻ്റെ ഈ ഇന്ദ്രപദവി എങ്ങാനും തട്ടിയെടുക്കുമെന്ന്. ഭക്തന്മാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു പദവിയുടെ ആവശ്യമില്ല. അവർക്ക് ഒരേ ഒരു പദവിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് ഗുരുവായൂരപ്പൻ്റെയാണ് കേട്ടോ. ഞാൻ ഗുരുവായൂരപ്പൻ ഭഗവാൻ വിളിക്കണം എന്നെങ്കിലും ഒരിക്കൽ ആ സുധാമാവിനെ വിളിച്ചില്ലേ, കൃഷ്ണസ്യാസിൽ സഖാ കശ്ചിത്, എൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ എന്ന് ഭഗവാൻ പറഞ്ഞില്ലേ. അതുപോലെ എൻ്റെ ആണ് കേട്ടോ എന്ന് ഭഗവാൻ പറയണം. അത് മാത്രമേ ഭക്തന്മാർക്ക് ആവശ്യമുള്ളൂ. നമ്മളില്ലേ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ പലരും പറയും എൻ്റെ കൃഷ്ണനോ. ഒരാൾക്ക് മാത്രം സ്വന്തമല്ല, എല്ലാവർക്കും കൃഷ്ണനാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആളാണ് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റണമല്ല, എൻ്റെ കൃഷ്ണൻ എനിക്ക് മാത്രം സ്വന്തമാണ്, എൻ്റെ കൃഷ്ണനെയാണ് ഞാൻ വിളിച്ചത്. ബാക്കി ആരുടെ ഗോപികമാരെ പോലെയാണ്.
ഗോപികമാർക്ക് കൃഷ്ണൻ എന്നും അവർക്ക് സ്വന്തമായിരുന്നു. എങ്ങനെയാണ്? എല്ലാവർക്കും ഉള്ളിലാത്മാവായി വിളങ്ങും ഭഗവാന്റെ ഒരു കാരുണ്യം നോക്കൂ. ഒരേ ഒരു ഭഗവാൻ ഉണ്ടായിരുന്ന ഭഗവാൻ പലതായി തീർന്ന് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ഇതാ ഭഗവാൻ വന്നു. ആ ഭഗവാനെ പല തവണ നമ്മൾ എൻ്റെ കൃഷ്ണ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ എൻ്റെ ആക്കി വെക്കണമല്ലേ. എൻ്റെ പേന, എൻ്റെ പുസ്തകം, എൻ്റെ വണ്ടി, എൻ്റെ മുറി, എൻ്റെ തലോണ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എൻ്റെ പ്ലേറ്റ് എല്ലാം എൻ്റെ നമ്മൾ എത്ര സാധനങ്ങൾ എൻ്റെ അതാരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതെന്തിനാ അങ്ങനെ അതെന്തിനാ എൻ്റെ അടുത്ത് അതെങ്ങനെ അറിയാണ്ട് ഉള്ളിൽ നിന്ന് വരും. എത്ര നമ്മൾ വേണ്ടാച്ചാലും വരും. അപ്പോൾ ആ ഒരു എൻ്റെ എന്നുള്ളത് നമ്മൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എവിടെയെങ്കിലും ഒരിക്കൽ എൻ്റെ കൃഷ്ണൻ എന്ന് ചേർത്ത് വെച്ചാൽ ബാക്കിയുള്ളവനൊക്കെ എൻ്റെ എന്ന് എത്ര പറഞ്ഞാലും എൻ്റെ ആണെന്ന് എത്ര കരുതിയാലും അവർക്കും കൂടി തോന്നണം നമ്മൾ അവരുടെയാന്ന്. അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ വിട്ടുപോകും. അത് പതിയായാലും മക്കളായാലും അച്ഛനായാലും അമ്മയായാലും എൻ്റെ എന്ന് നമ്മൾ എത്ര പറഞ്ഞ് ചേർത്ത് നിർത്തിയാലും അവർക്ക് അങ്ങനെ ഒരു ഭാവം ഇല്ലാച്ചാൽ ഏത് സമയം വേണമെങ്കിലും അവർക്ക് നമ്മളെ വിട്ടുപോകും. അതല്ല ഇനി അവർക്കും അങ്ങനെ ഒരു ഭാവം ഉണ്ടെച്ചാലും ഈ പ്രാണൻ നിൽക്കണോടത്തോളം കാലം എൻ്റെ ആവുള്ളൂ ആ ശരീരം. അത് കഴിഞ്ഞ് അത് വിട്ടുപോയി ആ പ്രാണൻ ആ ശരീരം ഒഴിഞ്ഞു പോകും. പിന്നെ ഏതെങ്കിലും ഒരു ശരീരത്തിൽ ചെന്ന് ആ കർമ്മഫലം ഉണ്ടെങ്കിൽ ചെല്ലണ സമയത്ത് ചോദിക്കുകയാണ് എൻ്റെ മോനല്ലേ നീയേ എന്ന് ചോദിക്കും ഏത് ജന്മത്തിൽ ഏത് അച്ഛനാണ് ഏത് അമ്മയാണ് ആരുടെ മകൻ. ഞാൻ പല ജന്മത്തിൽ അച്ഛനായുണ്ട്, അമ്മയായുണ്ട്, മകനായുണ്ട്, മകളായുണ്ട്, സഹോദരനായുണ്ട്, എപ്പോഴത്തെ ബന്ധമാണെന്ന് ചോദിക്കും ആ ജീവൻ അല്ലേ. അപ്പോൾ ഇതിനെയൊന്നും ചേർത്ത് നിർത്തിയാൽ എൻ്റെ അല്ല. എൻ്റെ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ ഒരേ ഒരു സാധനമേ ഉള്ളൂ. അതാരാ? നമ്മളുടെ ആ ഗുരുവായൂരപ്പൻ തന്നെയുള്ളൂ. ആ ഗുരുവായൂരപ്പനെ പല പ്രാവശ്യം എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പ, നാരായണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ആ ഗുരുവായൂരപ്പന് തോന്നും ഗുരുവായൂരപ്പനെ വിളിക്കുക എൻ്റെ ആണ് കേട്ടോ, സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ നല്ലോണം ചേർത്ത് നിർത്തുന്നുണ്ട്. ഓരോ വിളിയിലും ഭഗവാൻ നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷേ നമുക്കത് ബോധ്യമാവണില്ല. ഒരു കഥ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരു സുഹൃത്ത് ഞാൻ നിൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് അതിമനോഹരമായിട്ടത് മുർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി മുൻ മേൽശാന്തിയായിരിക്കുന്ന അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ കീർത്തനമായിട്ട് അത് അതിമനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ കൂട്ടുകാരൻ്റെ കൂടെ നടക്കണ കൂട്ടുകാരൻ ഗുരുവായൂരപ്പൻ കൂട്ടായിട്ട് നടക്കുകയാണ്. ഈ കടൽ തീരത്തേക്കൂടെ നടക്കുമ്പോൾ 4 പാദങ്ങൾ നടക്കണു. ആ 4 പാദങ്ങൾ അപ്പം ഞാൻ നിൻ്റെ കൂട്ടുകാരനാണ്, എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു വലിയ ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് മുഴുവൻ ചെങ്ങാതി എവിടെയാണ് എന്ന് അന്വേഷിച്ചപ്പോൾ കാണാൻ പറ്റിയില്ല. 2 പാദങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും 4 പാദങ്ങൾ. അപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് സുഖമായിപ്പോൾ അതാ വീണ്ടും 4 പാദങ്ങൾ. അപ്പോൾ ചോദിച്ചു, എങ്ങനത്തെ ചങ്ങാതിയാണ്? എനിക്കൊരു ദുഃഖം വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കാണ്ട് ഓടിപ്പോയില്ലേ? അത് കഴിഞ്ഞ് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നപ്പോൾ തിരിച്ചു വന്നു. ഈ ചങ്ങാതിയെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല ഉണ്ടായേ. അപ്പോൾ നീ കണ്ടത് എൻ്റെ 2 പാദങ്ങളാണ്. നിനക്ക് നടക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. ഈ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുക വീഴാതെ കണ്ട് നിനക്ക് സാധിക്കില്ല നടക്കാൻ എന്നറിയാം. ഞാൻ നിന്നെ എടുത്തുകൊണ്ടാണ് നടന്നിരുന്നത്. അതുകൊണ്ടാണ് നിൻ്റെ പാദങ്ങൾ കാണാഞ്ഞത്. എൻ്റെ പാദങ്ങളാണ് അവിടെ കണ്ടത്. ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന് ശ്രീ ഗുരുവായൂരപ്പൻ പറഞ്ഞതായിട്ടുള്ള ഒരു കഥയുണ്ട്. അതുപോലെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. നമുക്ക് മനസ്സിലാവണില്ല, അദ്ദേഹത്തിന് മനസ്സിലാവാത്ത പോലെ നമുക്ക് മനസ്സിലാവാണ്ടിരിക്കുകയാണ്, നമ്മളെ ചേർത്ത് ഇരിക്കുകയാണെന്നുള്ളത്. ആ അംബരീപക്ഷ മഹാരാജാവ് അന്ന് പാരണ വീടേണ്ട സമയമായപ്പോൾ ദുർവാസാവ് മഹർഷി അവിടെ വരികയാണ്. അവിടെ വന്നിട്ട് പാരണ വീടനേക്കാൾ കുളിച്ച് വരാം എന്ന് പറഞ്ഞ് പോയ ആൾ ആ മുഹൂർത്തം കഴിയണ സമയത്തായിട്ടും വരണില്ല. കാരണം ഇനി ഇത് പാരണ വീടിയില്ലാച്ചാൽ ഈ വ്രതം അനുഷ്ഠാനം തെറ്റിപ്പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഋഷീശ്വരന്മാരും സന്യാസിമാരുടെയൊക്കെ ഉപദേശപ്രകാരം പറഞ്ഞു, അല്ല അല്പം ജലത്തിന് ഭക്ഷണമായിട്ട്, ജലം ഭക്ഷണമല്ല, ജലം സേവിച്ചിട്ടുണ്ടെങ്കിൽ പാരണ വീട് ഈ ഭക്ഷണമല്ല. നമ്മളും ഇന്നും ആ അംബരീഷ് രാജാവിൻ്റെ പോലെ രാവിലെ തീർത്ഥം കഴിച്ചിട്ടാണ് പാരണ വീടണേ. അപ്പോൾ തീർത്ഥം കഴിക്കാം എന്ന് പറയുകയാണ്. അതിൽ യാതൊരു അലോഗ്യമില്ല എന്ന് പറഞ്ഞാൽ തീർത്ഥം അങ്ങോട്ട് കഴിച്ചു കഴിയണ സമയത്ത്
ദുർവാസാവ് മഹർഷി കഴിക്കണ കണ്ടു വരികയാണ്. എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇതാ അപമാനിക്കുകയല്ലേ ഉണ്ടായി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ ആ തലമുടിയിൽ നിന്നതാ ഒരു അതിഘോര രൂപിണിയായിട്ടുള്ള ഒരു കൃത്യയെ സൃഷ്ടിച്ചിട്ടതാ ആ കൃത്യ അംബരീഷ മഹാരാജാവിനെ വധിക്കാനായിട്ട് മുന്നോട്ടാഞ്ഞതും അംബരീഷ മഹാരാജാവിൻ്റെ ശരീരത്തിനുള്ളിൽ നിന്ന് ആ സുദർശന ചക്രം വന്ന ആ കൃത്യയെ വധിച്ചിട്ടതാ ആ ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ പോവുകയാണ്. അദ്ദേഹം ഓടിച്ചെന്നിട്ട് കൈലാസനാഥ രക്ഷിക്കണേ ആദ്യം ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മദേവ രക്ഷിക്കണേ രക്ഷിക്കണേ. ബ്രഹ്മദേവനെ ഇറങ്ങി സത്യലോകത്തിൻ്റെ വാതിൽക്കൽ വന്ന് നിന്നു എന്നാണ് പറയണത്. വേണ്ട കേട്ടോ, ഇങ്ങോട്ട് കിടക്കണ്ട, ഇങ്ങോട്ട് കിടക്കേണ്ട ആവശ്യമില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല, വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെതാ ഭഗവാനെ കൈലാസനാഥ, അങ്ങ് ആ ഏറ്റവും വലിയ ഭക്തനല്ലേ, അങ്ങ് പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കില്ലല്ലോ. ഈ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല, ഇത് എനിക്ക് സാധിക്കില്ല, നേരെ വൈകുണ്ഠത്തിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. വൈകുണ്ഠനാഥനായ ഭഗവാനോട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അഹം ഭക്തപരാധീനാന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ഭക്തനെ രക്ഷിക്കാൻ കഴിഞ്ഞാലും എനിക്കിനില്ല, അതെൻ്റെ അല്ല, ഈ സുദർശന ചക്രം ഇപ്പം എൻ്റെ അല്ല, ഞാനിത് എൻ്റെ ഭക്തന് നൽകിയതാണ്. എൻ്റെ ഭക്തൻ വിചാരിച്ചാൽ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. പൊക്കോളൂ മഹർഷേ, വേഗം ഭക്തനെ പോയി ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞു. അവിടെ ശരണം പ്രാപിക്കാനായിട്ട് ചെന്ന് നമസ്കരിക്കാൻ പോയപ്പോഴേക്കും അദ്ദേഹം ഇങ്ങോട്ട് വീണ് നമസ്കരിക്കുക ചെയ്തേ ദുർവാസാവ് മഹർഷിയെ. സമസ്ത അപരാധങ്ങളും പൊറുക്കണേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു, ഞാൻ ചെയ്ത എല്ലാ പുണ്യഫലങ്ങളും അവിടത്തേക്ക് സമർപ്പിക്കണോ, അദ്ദേഹത്തിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സുദർശന ചക്രം. നോക്കൂ, നമ്മളുടെ സകല പുണ്യത്തിനെയും നൽകിയിട്ടാണ് നമ്മളെ വധിക്കാൻ വന്ന ആ ദുർവാസാവ് മഹർഷിയെ അദ്ദേഹം രക്ഷിച്ചത്. അതാണ് ഭക്തൻ്റെ മഹത്വം. ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് ഭക്തൻ അങ്ങനെ അത്ര നല്ലൊരു മനസ്സുണ്ടാവണേ. അതെന്തുകൊണ്ടാണ് ദുർവാസാവിനെ പോലെയുള്ള മഹർഷിമാരെ നമുക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ആരോടും പറയില്ല, മോശക്കേടല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ ദുർവാസാവ് മഹർഷി തന്നെ നിയോഗിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹം പാടി നടന്നു, ഭക്തന്മാരെ ചെന്ന് പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടോ, ഭക്തന്മാരെ പരീക്ഷിച്ചാൽ ഭഗവാനെ പരീക്ഷിക്കണേക്കാളും അപകടമാണ്. ഭഗവാനെ പരീക്ഷിക്കാൻ ചെന്നാൽ അത്ര ബുദ്ധിമുട്ടില്ല. ഭൃഗുമഹർഷി ആർക്കാണ് കൂടുതൽ ക്ഷമ എന്ന് പരീക്ഷിക്കാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആ കാലിൻ്റെ പാദങ്ങളെ ഹൃദയത്തിൽ ശ്രീവത്സമായിട്ട് ഭഗവാൻ സ്വീകരിച്ചു. ഭഗവാനെ പരീക്ഷിക്കാൻ ചെന്നാൽ പോലും ഭഗവാനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഭക്തന്മാരെ പരീക്ഷിക്കരുത് കേട്ടോ, ഭക്തന്മാർക്കെതിരെ ഇറങ്ങി പുറപ്പെടരുത് കേട്ടോ എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ്. അപ്പം അത്രയും ഭക്തി ആ മഹാരാജാവിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ആ ഏകാദശി വ്രതമൊക്കെ പൂർത്തിയാക്കിയ കഥയാണ് ഭാഗവതത്തിൽ പറയണേ. അപ്പോൾ ആ ഭഗവാന്റെ ഭക്തി ഉണ്ടോ, ആ ഭഗവാൻ കൂടെ ഉണ്ട്, ആ ഭക്തിയാണ് വേണ്ടത്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കൊക്കെ അപ്പുറം ഭക്തിയാണ് വേണ്ടത്. ആ ഭക്തിയാണ് രക്ഷിച്ചത്. ആരെ രക്ഷിച്ചത്? അംബരീഷനെ രക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ നിഷ്കാമമായ ഭക്തിയാണ്. ആ ഭഗവാനിൽ ഉറച്ച വിശ്വാസമാണ്. ആ കൃത്യ അങ്ങോട്ട് വന്ന ആ ഘോരരൂപത്തിൽ പാഞ്ഞെടുത്തപ്പോൾ അടി പോലും വ്യതിചലിക്കാതെ കണ്ട് ഭഗവാൻ കൂടെ ഉണ്ട്, ഇതാണ് എൻ്റെ നിയോഗം എന്ന് വെച്ചാൽ എങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മനസ്സുറപ്പിച്ച് അവിടെ നിൽക്കാനുള്ളൊരു കഴിവ്, അതാണ് നമുക്ക് ഭഗവാനോട് നാമം ജപിച്ചാലുണ്ടാവേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരണ എല്ലാ ദുർഘടങ്ങളിലും മനസ്സ് പതറാതെ അടി പതറാതെ നിൽക്കാനായിട്ട് സാധിക്കണം. അതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നാമം ജപിക്കുന്നത്. ഇത്രയും കാലം നാമം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ പലപ്പോഴും പലരും ചോദിച്ച് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും കാലം നാമം ജപിച്ചിട്ട് ഭഗവാനെ വിളിച്ചിട്ട് ഇപ്പം എന്ത് കിട്ടി, ഈ ദുരിതമല്ലാതെ കണ്ട് എന്ന്. ദുരിതവും മഴയും വെയിലും മഞ്ഞും എല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കും, രാത്രിയും പകലും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അത് ഇല്ലാണ്ട് ആവില്ല. വെയിൽ നല്ലോണം ഉണ്ടെങ്കിൽ കുട ചൂടി നമ്മൾ അതിനെ പരിഹരിക്കണം. രാത്രി വിളക്ക് കത്തിച്ചിട്ട് ഇരുട്ടിനെ അകറ്റണം. മഴക്കാലത്ത് തണുപ്പത്ത് പുതപ്പ് പറിച്ചിട്ട് നമ്മൾ ആ തണുപ്പിനെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അത് അല്ലാതെ കണ്ട് ആ ശൈത്യകാലത്തിനെ മാറ്റാൻ സാധിക്കില്ല. എന്നതുപോലെ തന്നെയാണ് നമുക്ക് വന്നു ചേരുന്ന സുഖദുഃഖങ്ങളെ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അത് മാറി മാറി വരണ ഇതാണ്.
അതൊരു നിയമം തന്നെയാണ്, പ്രകൃതി നിയമം പോലെ തന്നെ ഒരു നിയമമാണ് ശരീരത്തിൻ്റെ. അപ്പോൾ അതിൽ അങ്ങനെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും പതറാതെ കണ്ട് ഭഗവാൻ രക്ഷിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് നിൽക്കാനായിട്ട് എന്തു വന്നാലും ഈശ്വരൻ്റെ ആ പ്രസാദമാണ്, ആ ഗുരുവായൂരപ്പൻ്റെ ആ പ്രസാദമാണ്, അനുഗ്രഹമാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിൽ മനസ്സ് പതറാതിരിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നാമജപം കൊണ്ട് നമുക്ക് കിട്ടണ നേട്ടം. ആ നേട്ടം കിട്ടണ വരെ തന്നെ നാമം ജപിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴെങ്കിലും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മനസ്സ് പതറണുണ്ടോ, നാമജപം പോരാ, ഭക്തി പോരാന്ന് തന്നെയാണ്. അതിലും ഭഗവാനേക്കാളും നാമജപത്തിനേക്കാളൊക്കെ പ്രാധാന്യമായിട്ട് നമ്മുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്രയ്ക്കും ഇല്ല നമുക്ക് ഭഗവാനോടുള്ളൊരിഷ്ടം. അതിനേക്കാളും പ്രിയപ്പെട്ടത് പലതും നമ്മൾ മനസ്സിൽ ചേർത്ത് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവണത്. അപ്പോൾ ഇതെല്ലാം ആവട്ടെ, ഇനി വരണേ ഓരോരോ ഹരേ ഗുരുവായൂരപ്പ, ഇനി വരണേ ഓരോ വിശേഷങ്ങളും നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ അതിപ്പോൾ പറഞ്ഞുവല്ലോ, തിരുവാതിര വരികയാണ് ധനുമാസത്തിൽ, അങ്ങനെ വൃശ്ചിക മാസത്തിലെ ഓരോ കഴിഞ്ഞു, ധനുമാസം കഴിഞ്ഞു, അല്ലെ ഇനി മകരമാസത്തിൽ ഇതേ ഇപ്പം മകരച്ചൊവ്വ എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ ദിവസമായിട്ട് വരുന്നു. അങ്ങനെ ഓരോരോ വിശേഷങ്ങളും ഇനി വരികയാണ്. ആ വിശേഷങ്ങൾ വരണ സമയത്ത് മുഴുവനും മകരവിളക്ക്, ആ സമയത്ത് നമ്മൾ മലയ്ക്കൊന്നും പോണ്ട, നമ്മുടെ മനസ്സിൽ നിറയെ ദീപം കൊളുത്തിയിട്ട് ഇതാ എല്ലാവർക്കും പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാൽ ശരി, നിങ്ങൾക്ക് പോയേ മതിയാകുമെന്നൊരു കൂട്ടർ, പറഞ്ഞേക്കില്ല എന്ന് മറ്റേ കൂട്ടർ തമ്മിൽ അടി കൂടുക ചെയ്തത്. അപ്പോൾ വിചാരിച്ചെന്നാൽ ആരും വരണ്ട. കുട്ടികളില്ലേ, നമ്മളൊരു കളിപ്പാട്ടത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുമ്പോൾ അച്ഛനോ അമ്മയോ എടുത്തിട്ട് പറയും രണ്ടാളും കളിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനടുത്ത് മാറ്റി വെക്കണ പോലെ ആർക്കും ഇല്ലാണ്ടതാ. ഭഗവാൻ അവിടെ സ്വസ്ഥമായിട്ടിരുന്നത് അവിടെ നമ്മുടെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ തപസ് ചെയ്യാണ്. ശ്രീ അയ്യപ്പസ്വാമി, മണികണ്ഠസ്വാമി നമുക്കെല്ലാവർക്കും വേണ്ടി അവിടെ തപസ് ചെയ്യാണ്. അപ്പം അതുകൊണ്ട് ഇനിയുള്ള ഓരോ വിശേഷ ദിവസം വരുമ്പോഴും ഭഗവാനോട്, ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ്റെ ദിവസങ്ങളാണ് ഇതെല്ലാം, ഭഗവാൻ ഇഷ്ടമുള്ള ദിവസങ്ങളാണ് ഇത്. ഭഗവാനെ ആവുകയാണ് വേണ്ടത്, നാമം ജപിക്കുകയാണ് വേണ്ടത്, ഭഗവാന്റെ കഥ കേൾക്കുകയാണ് വേണ്ടത്. അതിനൊക്കെ തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ബോധ്യമാവട്ടെ. ഓരോ വാക്കുകളും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും പാദങ്ങളിലും മനസ്സുകൊണ്ട് നമസ്കരിക്കണം, ഗുരുവായൂരപ്പനെ നമസ്കരിക്കണ പോലെ തന്നെ. കാരണം പറഞ്ഞുവല്ലോ, എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായി വിളങ്ങും കൃഷ്ണനീവിധം കൃപ കൊണ്ടു ലകിൻ നന്മയ്ക്കുടൽ പൂണ്ടു കളിക്കയാം. ഉണ്ണിക്കണ്ണൻ കളിച്ചത് അതിനു വേണ്ടിയിട്ടാണ്, ആ കൃപ കൊണ്ട് കളിച്ചതാണ്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ആ ഭഗവാൻ തന്നെയാണ്. ഓരോരുത്തരുടെ മനസ്സിലും ഇരുന്ന് സന്തോഷിക്കുമ്പോൾ ഓരോരുത്തർക്കും ആ ഉള്ളിൽ സ്നേഹവും ഒക്കെ എല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരുടെയും മനസ്സ് സന്തോഷത്തോടു കൂടിയിട്ട് ഇത് കേൾക്കുമ്പോൾ ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ അത് ഗുരുവായൂരപ്പൻ്റെ സ്നേഹമായിട്ട് മാറുകയാണ്, ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടമായിട്ട് മാറുകയാണ്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ട് മാറുകയാണ്. അതുമാത്രം മതി, ബാക്കിയൊന്നും വേണ്ട. അപ്പോൾ എല്ലാം ഗുരുവായൂരപ്പനായിക്കൊണ്ട് സമർപ്പിക്കുന്നു. നമുക്ക് പതിവ് പോലെ ഹരേ രാമ നാമം ജപിച്ചിട്ട് ഇന്നിതാ ഇവിടെ സമർപ്പിക്കാം. ഈ അക്ഷരപ്പൂക്കളൊക്കെ ഇവിടെ ഭഗവാന് പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കാം. ഇനിയും ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. കുറേ അമ്മമാർ, ഞങ്ങൾക്ക് ഒരു വാട്സാപ്പിലൊരു ഗ്രൂപ്പുണ്ട്, രാധേ രാധേ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അമ്മമാരെല്ലാവരും അന്ന് എനിക്ക് കോവിഡ് വന്ന് സങ്കടപ്പെട്ട സമയത്ത് എല്ലാ അമ്മമാരും കൂടി പ്രാർത്ഥിച്ചു, ഭാഗവതം സപ്താഹമായിട്ട് വായിച്ച് സമർപ്പിക്കാമെന്ന് 7 ദിവസം കൊണ്ട്. അപ്പോൾ അത് ഗുരുവായൂരപ്പന് വലിയ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ആചാര്യന്മാരായിട്ടുള്ള മഹാത്മാക്കൾ അതിന് പ്രഭാഷണമായിട്ട് കഥ പറഞ്ഞു തരാനും ഇന്നും ഏറ്റിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഓരോരോ ഗൃഹങ്ങളിലും ആ സപ്താഹം പോലെ കൊണ്ടാടുകയാണ്. അതിലുള്ള എല്ലാവരുടെയും ഗൃഹങ്ങളിൽ രാവിലെ 6 മണി മുതൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് 6 മണിക്ക് വിഷ്ണു സഹസ്രനാമം പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ അതോടൊപ്പം പാരായണം ചെയ്ത് അതിൻ്റെ കൂടെ കൂട്ടപ്രാർത്ഥന ചൊല്ലി ഓരോ അധ്യായങ്ങളും ഓരോരുത്തർ പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം പുസ്തകം തുറന്നു വെച്ച് അത് കേട്ട് സപ്താഹം പോലെ തന്നെ ഇടയിൽ പ്രഭാഷണങ്ങളൊക്കെ ചേർത്ത് അതുപോലെ ഭജനകളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ജനുവരി 1 മുതൽ 8 വരെ ഒരു ഭാഗവത സപ്താഹ യജ്ഞം പോലെ തന്നെ നടത്തുകയാണ്.
അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും അത് വിജയിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കണം എല്ലാവരും. ഞാൻ രാധാമാധവം എന്നുള്ള ആ പേജ്, അങ്ങനെ ഒരു പേജുണ്ട്. ആ പേജിൽ എൻ്റെ പേജാണ്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, കണ്ണൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു പേജ്. സാധിക്കണ സമയത്ത് ഞാൻ ആ രാധാമാധവത്തിൽ അതിലെ പ്രഭാഷണങ്ങളോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 മണി വരെ സപ്താഹം പോലെ തന്നെ ഇരുന്ന് കേട്ടിട്ട് അതിനിടയിൽ പിന്നെ രാത്രി സമയം കിട്ടുമെന്ന് അറിയില്ല, കിട്ടണ പോലെ വരുന്ന പ്രഭാഷണങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്ത് എല്ലാവർക്കും കേൾക്കാനായിട്ട് അവസരം ഉണ്ടാക്കി തരാം. അതല്ല വെച്ചാൽ യൂട്യൂബിൽ എൻ്റെ കൃഷ്ണന് പ്രേമപുഷ്പാഞ്ജലി എന്നുള്ള പേരിൽ യൂട്യൂബിലൊരു ചാനലുണ്ട്, അതിലും ഇടും. കുറേ അമ്മമാർക്ക് ഫേസ്ബുക്ക് ഇല്ല എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടാവുന്ന പ്രഭാഷണങ്ങളൊക്കെ അങ്ങോട്ട് അതിൽ ചേർക്കണത്. അപ്പോൾ കാണാൻ സാധിക്കണവർക്ക് കാണാൻ സാധിക്കട്ടെ. അത് എത്രണ്ട് വിജയിക്കും, പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഭംഗിയാവാൻ വേണ്ടിയിട്ട് 120 ഗൃഹങ്ങളിൽ ഒരേ സമയം സപ്താഹം. അപ്പോൾ അത് വിജയിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും അനുഗ്രഹിക്കണം. അതിനുവേണ്ടി എല്ലാവരുടെ പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കണം. നമുക്ക് ഹരേ രാമ ജപിച്ച് ഇത് സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ, സന്തോഷിക്കണേ, സന്തോഷിക്കണേ. നീ മാത്രമാണെന്നും എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണെന്നും എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണെന്നും എനിക്കൊരു ബന്ധു കൃഷ്ണ. ഹരേ നാരായണ നാരായണ.